എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക് ഹോബി സർക്യൂട്ട് ചെയ്യുന്നവർക്കും ഇലക്ട്രോണിക്സിൻ്റെ ചെറിയ ചെറിയ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അസംബ്ലി ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ് ഇപ്പോൾ പ്രൊജക്റ്റ് വർക്ക്, എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജ് സ്റ്റുഡൻസിനും നമുക്ക് ഇലക്ട്രോണിക്സ് കമ്പോണൻസിൻ്റെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഈ അസംബ്ലി വർക്ക് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ നമ്മൾ സർവീസ് ഷോപ്പുകൾ, ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് ഷോപ്പുകൾ, സർവീസ് ഷോപ്പുകൾ അവരൊക്കെ നടത്തുന്നവർക്കൊക്കെ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ലോക്കലായിട്ടും അതായത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ എങ്ങനെ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് എളുപ്പത്തിൽ സംഘടിപ്പിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മിക്കതും എല്ലാവർക്കും കുറെ പേർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കണം. എങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും കളക്ട് ചെയ്ത് ഇപ്പോൾ ഓൺലൈൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റ്സ് ഏതൊക്കെ അവൈലബിൾ ആണ്, ലോക്കലായിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഇലക്ട്രോണിക്സ് കമ്പോണൻസ് കിട്ടുക എന്നൊക്കെ നോക്കാനാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ലോക്കലായിട്ട് എവിടെ നിന്നാണ് ഇലക്ട്രോണിക്സ് കമ്പോണൻസ് നമുക്ക് കിട്ടാൻ നോക്കാം. അപ്പോൾ നമുക്ക് എൻ്റെ ജില്ലയായിട്ടുള്ള തൃശ്ശൂരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ തൃശ്ശൂർ നമുക്കൊരു ഇലക്ട്രോണിക്സ് കമ്പോണൻസ് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അത് വന്നിട്ട് നമ്മുടെ തൃശ്ശൂർ മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ അടുത്ത് ചെട്ടിയങ്ങാടി എന്ന് പറയും. ചെട്ടിയങ്ങാടി പോസ്റ്റ് ഓഫീസ് റോഡ്. അപ്പോൾ ഈ തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡ് ചെട്ടിയങ്ങാടി ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കിട്ടുന്ന കുറേ ഷോപ്സ് ഉള്ളത്. മെയിനായിട്ട് അതിൽ വരുന്നത് കേരള സെയിൽസ് കോർപ്പറേഷൻ. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, കേരള സെയിൽസ് കോർപ്പറേഷൻ. അതാ ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, കേരള സെയിൽസ് കോർപ്പറേഷൻ. ഇത് വളരെ പഴക്കമുള്ളൊരു ഇലക്ട്രോണിക്സ് ഷോപ്പാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നല്ല തിരക്കായിരിക്കും. ആൾക്കാർ ക്യൂ ആയിരിക്കും ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ചെറിയ കുറച്ച് കമ്പോണൻസ് മാത്രമേ നമുക്ക് വേണ്ടൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നേ കൂട്ടി ഒരു പേപ്പറിൽ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് എഴുതി കൊണ്ടുകൊടുത്ത് ഇവർക്ക് കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിൽക്കണ സെയിൽസിൽ നിൽക്കണ അവർക്ക് ഏതെങ്കിലും ചേട്ടന്മാർക്കോ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലെയൊക്കെ ആ ലിസ്റ്റ് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ആഫ്റ്റർനൂണൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സാധനങ്ങൾ കിട്ടും. ഓക്കെ, ഇവിടെ ഒട്ടുമിക്ക എല്ലാവിധ സാധനങ്ങൾ, ഐസീസ്, കമ്പോണൻസ്, സ്പെയർ പാർട്സ്, നമ്മുടെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എക്വിപ്മെന്റ്സിൻ്റെ ഒക്കെ സ്പെയർ പാർട്സ്, ടിവിയുടെ കിറ്റ്സ്, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഈ കേരള സെയിൽസ് കോർപ്പറേഷനിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അവിടെ തന്നെ ചെട്ടിയങ്ങാടി തന്നെയുള്ള അടുത്തൊരു സ്ഥലമാണ് സൺ ഇലക്ട്രോണിക്സ്. സൺ ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പോൾ ഈ സൺ ഇലക്ട്രോണിക്സിൽ ഇതേപോലെ തന്നെ നമുക്ക് ടിവിയുടെ സ്പെയർ പാർട്സ്, ടി വി കിറ്റ്സ്, അങ്ങനെ ഇതുള്ള നമ്മുടെ ഹോബി സർക്യൂട്ട്സിനുള്ള ബോർഡ്സ്, അങ്ങനത്തെ എല്ലാവരും കിട്ടുന്നതാണ്. ഇനി അടുത്ത ഷോപ്പ് നോക്കുകയാണെങ്കിൽ ഹൈ പവർ ഇലക്ട്രോണിക്സ്. ഓക്കെ, ഈ ഹൈ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ എന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫോമർ ഒക്കെ വൈൻഡ് ചെയ്ത് കൊടുക്കുന്ന ഷോപ്പാണ്. നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ഇൻവെർട്ടർ അല്ലെങ്കിൽ UPS അല്ലെങ്കിൽ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഹോം തിയേറ്റേഴ്സ്, അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ട്രാൻസ്ഫോമർ പോയെന്ന് വെച്ചോ. അപ്പോൾ അതിവിടെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ ഹൈ പവർ ഇലക്ട്രോണിക്സിൽ പോയിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ആ ട്രാൻസ്ഫോമർ റേറ്റിംഗ് കറക്റ്റ് നോക്കിയിട്ട് അതേപോലെ തന്നെ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്ത് തരും. അതേപോലെ തന്നെ ഒട്ടുമിക്ക എക്യുപ്മെന്റ്സും, അതായത് ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെന്റ്സും അവിടെ റിപ്പയർ ചെയ്ത് തരുകയും ചെയ്യും. മെയിനായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യണത് UPS, ഇൻവെർട്ടർ,
അങ്ങനത്തെ ഐറ്റംസിന്റെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് നോക്കാം. സൂപ്പർ ഇലക്ട്രോണിക്സ് എന്നാണ് അടുത്ത ഷോപ്പിന്റെ പേര്. സൂപ്പർ ഇലക്ട്രോണിക്സ് ഇത് മാരാർ റോഡ് ഏരിയയിലെ വെളിയന്നൂരാണ്. പോസ്റ്റ് ഓഫീസ് റോഡ് തന്നെ. അപ്പോൾ ഇതും ഇലക്ട്രോണിക്സ് കിറ്റ്സ്, കമ്പോണൻസ്, ചെറിയ ചെറിയ ഇലക്ട്രോണിക്സ് അഡാപ്റ്റർ ബോർഡ്സ് അങ്ങനെ കിട്ടുന്ന സ്ഥലമാണ് സൂപ്പർ ഇലക്ട്രോണിക്സ്. അടുത്ത ഷോപ്പിലേക്ക് നമുക്ക് നോക്കാം. ലക്ഷ്മി ഇലക്ട്രോണിക്സ്. ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു അടുത്ത ഷോപ്പാണ് ലക്ഷ്മി ഇലക്ട്രോണിക്സ്. ഈ ലക്ഷ്മി ഇലക്ട്രോണിക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് പല ടൈപ്പ് ആംപ്ലിഫയറിന്റെ ബോർഡുകൾ, ആംപ്ലിഫയേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് JBL, സോണി, പയനിയർ അവരുടെയൊക്കെ ഹോം തിയേറ്റർ ആംപ്ലിഫയേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അവിടെ. അതേപോലെ ചെറിയ നമ്മുടെ LED ലൈറ്റ്സിന്റെ ബോർഡ്സ്, LED ലാംപ്സ്, സോളാർ ഇൻവെർട്ടറിന്റെ ബോർഡ്സ് അതൊക്കെ അവൈലബിൾ ആണ്. ഇനി തൃശ്ശൂരിന് തൊട്ടടുത്ത് എറണാകുളം. ഇതൊക്കെ ഈ എറണാകുളത്തൊക്കെ ഷോപ്പുകളൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എറണാകുളത്ത് ഇലക്ട്രോണിക്സ് ഐറ്റംസിന് വേണ്ടി മാത്രമായിട്ട് സ്ട്രീറ്റ് തന്നെയുണ്ട്. ഇലക്ട്രോണിക് സ്ട്രീറ്റ് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടാത്ത ഐറ്റംസ് ഒന്നുമില്ല. അവിടെ എല്ലാവിധ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെ സ്പെയർസ് കിട്ടും. പിന്നെ എക്യുപ്മെന്റ്സ് കിട്ടും, ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് സ്ട്രീറ്റിന് എറണാകുളത്ത് എവിടെയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ള ഉത്തരാണ് ഈ ഇലക്ട്രോണിക് സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. അതിൻ്റെ അടുത്തായിട്ടാ. തന്നെയുമല്ല, നമുക്ക് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ ഇലക്ട്രോണിക് സ്ട്രീറ്റിലേക്ക്. അപ്പോൾ ഇലക്ട്രോണിക് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാവിധ ഐറ്റംസിന്റെ സ്പെയർസും എല്ലാ സംഭവങ്ങളും കിട്ടും അവിടെ. സ്പീക്കർ, സബ് വൂഫർ, പിന്നെ ആംപ്ലിഫയർ, എല്ലാത്തിനും ബോർഡ്സ്, LED ലൈറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. നമുക്കിപ്പോൾ കാറിലൊക്കെ ഒരു ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ കിറ്റ് കയറ്റണം, സബ് വൂഫർ കയറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഇലക്ട്രോണിക് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ പ്രൈസിനും ബെറ്റർ ക്വാളിറ്റിയിൽ സാധനങ്ങൾ കിട്ടും. ഓക്കെ, ഇനി എറണാകുളത്ത് ഈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന് അടുത്തുള്ള ഈ പള്ളിമുക്ക് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പൊ പള്ളിമുക്കിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പ് നമുക്ക് പരിചയപ്പെടാം. ടോംസൺ ഇലക്ട്രോണിക്സ് എന്നാണ് പേര്. ഓക്കെ, ഇതാണ് ആ ഷോപ്പ്, ടോംസൺ ഇലക്ട്രോണിക്സ്. അവിടെയും ഇതേപോലെ നമ്മൾ തൃശ്ശൂരത്തെ കേരള സെയിൽസ് കോർപ്പറേഷൻ പോലത്തെ ഷോപ്പാണിത്. ഒട്ടുമിക്ക എല്ലാവിധ ഇലക്ട്രോണിക്സ് ഐറ്റംസും, പാർട്സ്, കമ്പോണൻസ്, ടൂൾസ്, ആക്സസറീസ്, പ്രൊജക്റ്റിന് വേണ്ട ബോർഡ്സ്, ICs, പിന്നെ റോബോട്ടിക് കിറ്റ്സ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. പിന്നെ ചെറിയ സോളാർ പാനൽസ്, വലിയ സോളാർ പാനൽസ്, 3D പ്രിന്റിംഗ് മെഷീൻസിന്റെ ആക്സസറീസ്, 3D പ്രിന്റിംഗ് മെഷീൻസ്, അങ്ങനെ ഒട്ടുമിക്ക ഐറ്റംസും അവൈലബിൾ ആണ്. പിന്നെ പള്ളിമുക്കിൽ തന്നെയുള്ള അടുത്ത ഇലക്ട്രോണിക്സ് ഷോപ്പാണ് മാധ ഇലക്ട്രോണിക്സ്. മാധ ഇലക്ട്രോണിക്സിലും നമ്മുടെ പ്രൊജക്റ്റ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ പ്രൊജക്റ്റ് വർക്കിന് ആവശ്യമായ പല വിധത്തിലുള്ള ബോർഡ്സ്, ഇലക്ട്രോണിക് കിറ്റ്സ്, ഹോബി സർക്യൂട്ട്സ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ആദ്യം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ
ഒരു ചെറിയ ഷോപ്പായിരുന്നു. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് അവർ താഴത്തെ ഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട്. അതൊരു എക്സ്പാൻഡ് ചെയ്തിട്ട് വലിയൊരു ഷോറൂം പോലെ ഒരു ഡിസ്പ്ലേക്ക് കുറെ കമ്പോണൻസ്, കിറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരു ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, അഡ്രസ്സ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ഷോപ്പുകളുടെയും കോണ്ടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഷോപ്പാണ് കണക്ടർ പോയിന്റ്. ഓക്കെ, ഈ കണക്ടർ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ കിട്ടാത്ത ഒരു കേബിളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആക്സസറീസോ ഒന്നുമില്ല. അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ കമ്പ്യൂട്ടർ അഡാപ്റ്റർ ബോർഡ്സ്, കൺവെർട്ടർ കേബിൾസ്, സപ്പോസ് ഇപ്പോൾ HDMI കൺവെർട്ടർ കേബിള്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആക്സസറി, IT ആക്സസറീസിൻ്റെ ഒക്കെ കണക്ടർ, പിന്നെ പല ടൈപ്സ് USB കേബിളോ USB അഡാപ്റ്റർ ബോർഡ്സ്, അങ്ങനെ എല്ലാവിധ കേബിൾസ് അല്ലെങ്കിൽ കണക്ടേഴ്സിനും വേണ്ടിയിട്ട് നമുക്ക് പോകാവുന്ന ഷോപ്പാണ് ഈ കണക്ടർ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ MG റോഡിലാണ്, ഷെനൈസ് തിയേറ്ററിന്റെ ഓപ്പോസിറ്റ്.